എല്ലാ ചങ്ങാതിമാർക്കും എൻ്റെ ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു വെറൈറ്റി കൊഴുവേര ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു കിടുക്കാച്ചി ഐറ്റം തന്നെ കേട്ടോ. ആദ്യം നമുക്ക് നല്ല മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൊഴുവ അങ്ങ് മാറ്റി വെക്കാം. ശേഷം ഈ കൊഴുവയ്ക്ക് വേണ്ടിയുള്ള മസാല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം പച്ചമുളകും കാന്താരിയും കൂടെ ഇട്ട് പേസ്റ്റാക്കിയ സാധനം നമ്മൾ ആദ്യം മറിച്ചു കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ എടുത്ത് മറിക്കുക. മറിച്ച ശേഷം ഒരിച്ചിരി അരിപ്പൊടി തരിയുള്ള അരിപ്പൊടി തന്നെ ഇട്ടു. ഇതുപോലെ അരിപ്പൊടി ഇട്ട ശേഷം കുറച്ച് കോൺഫ്ലവർ, അതായത് കരിമുരാന്നിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇതിനൊരു കോട്ടിംഗ് ആയിട്ട് ഒരു മുട്ടയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ മുട്ടയിട്ട ശേഷം ഇതുപോലെ കറക്കി ഒരു 2 നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് വെച്ചു. കാരണം ഇച്ചിരി പുളിപ്പ് കിട്ടുകയാണെങ്കിൽ വേറെ ലെവലാവും സാധനം. 2 നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പങ്ങ് വാരി അങ്ങ് വിതറാം. നോക്കിയും കണ്ടൊക്കെ വേണം വാരി വിതറാൻ കേട്ടോ. എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യും. ഈ മസാല ഇത് കണ്ടല്ലേ. അപ്പോൾ ഇവന് ഇച്ചിരി എരിവുള്ളൊരു മസാലയാണ്. അപ്പോൾ ഇവനെ നോക്കിയും കണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഇവനത് ഇതുപോലെ സെറ്റായ ശേഷം അതിലേക്ക് വൃത്തിയാക്കി കൊഴുവെടുത്ത് മറിച്ചിടുക. ഇതുപോലെ മറിച്ചിട്ട ശേഷം കൊഴുവയെ ഈ മസാല മൊത്തം വാരി അങ്ങ് പൊത്തിക്കും. നല്ല രീതിയിൽ കൊഴുവയിലങ്ങ് പിടിപ്പിച്ച് വെക്കുക. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുമ്മി ഇതുപോലെ അങ്ങ് വാരി പിടിപ്പിച്ച് സെറ്റായി വെക്കുക. നല്ല മസാലയൊക്കെ സെറ്റായെന്ന് തോന്നുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ, ഇല്ലേലും കുഴപ്പമില്ല. ഇതുപോലെ കുരുമുളക് പൊടി അങ്ങ് ഇടുക. കുരുമുളക് പൊടി ഇടിയ ശേഷം നല്ല ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം ഇതും കൂടെ അങ്ങ് തിരുമ്മി അങ്ങ് വാരി പൊത്തിയ ശേഷം ഒരു 10 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ ആ മസാലയൊക്കെ കൊഴുവേലങ്ങ് പിടിച്ച് വേറെ ലെവലാവും സംഭവം. ശേഷം ഇനി നേരെ നമുക്ക് ഇവനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ചൂടായി നല്ല ലെവലിലേക്ക് വരുമ്പോൾ കൊഴുവത ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം അധികം നേരം ഒന്ന് ഫ്രൈ ചെയ്യണ്ട, കാരണം കൂടുതൽ നേരം ഫ്രൈ ചെയ്താൽ ഇവരെ കളറങ്ങ് മാറും. അപ്പോൾ നേരെ ഇട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് അങ്ങ് പൊക്കിക്കോ. ഇതുപോലെ അങ്ങ് പൊക്കി. അപ്പോൾ ഇതേ ലെവലിൽ ഈ സാധനം കിട്ടും. കൊഴുവ കുക്കായും കിട്ടും, കളറും ആ ലെവലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് വേറൊരു ഇതുപോലെ പാൻ ചൂടാക്കി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വാരി അങ്ങ് വിതറുക. വെളിച്ചെണ്ണ അങ്ങ് ചൂടായ ശേഷം അതിലേക്ക് 2 വത്തലമുളക് ഇട്ട് കൊടുക്കുക. അവൻ ലൈറ്റായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത ശേഷം പച്ചമുളകും ഇതുപോലെ ഒരു ഇടിയിലങ്ങ് ഇടുക. ഇട്ട ശേഷം അവനെയും ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ആയ ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. അതായത് ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ ഇവനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ആയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഇതുപോലെ ഉലർത്തിയെടുക്കുക. ഇതുപോലെ റോസ്റ്റാക്കി എടുത്ത ശേഷം നമ്മുടെ പേസ്റ്റിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന പേസ്റ്റ് എടുത്ത് ഇതുപോലെ ഇതിലേക്കിട്ട് വേവിച്ചെടുക്കുക. അതായത് ആ പച്ചപ്പങ്ങ് മാറാൻ വേണ്ടി ഇതിലിട്ട് കുക്ക് ചെയ്ത ശേഷം ഇച്ചിരി ഉപ്പും വാരി വിതറിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ വെച്ചിരിക്കുന്ന കൊഴുവ എടുത്ത് ഇങ്ങനെ എടുത്ത് മറിച്ചിട്ട് സ്ലോ മോഷനിൽ വേണം കൊഴുവ ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യാൻ. അല്ല കൊഴുവ പൊടിഞ്ഞ് ഒരു പീര പോലെ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ സ്ലോ മോഷനിലെടുത്ത് ഒരു മറിക്കുക. വീട്ടിൽ ചെന്ന് ഇതുപോലെയൊക്കെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ പാത്രത്തിന് വെളിയിൽ പോയിട്ട് എണ്ണ ഇടിക്കാൻ വരല്ലേ. അപ്പോൾ ഇതുപോലെ നോക്കിയും കണ്ടൊക്കെ ഒന്ന് മറിച്ച് സെറ്റായി വയ്ക്കുമ്പോൾ ആ മസാല എല്ലാം കൂടെ കൊഴുവെ പിടിച്ച് കഴിയുമ്പോഴേക്കും വേറെ ലെവലിൽ ഈ സാധനമാവും. കണ്ടില്ലേ, നല്ല മണമാണ് വരുന്നത്. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലങ്ങ് സെറ്റ് ചെയ്യുക. എന്നിട്ടൊരു പിടുത്തം അങ്ങ് പിടിക്കുക. ഒരു രക്ഷയില്ല കേട്ടോ ചങ്ങാതിമാരെ. അപ്പോൾ കൊഴുവ വേറെ ലെവൽ തന്നെയല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും